സ്റ്റോറി മന്ത്രത്തിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലില്ലി ഭാഗം 8. ആൽബത്തിന്റെ താളുകൾ ഒന്നിനു പുറകെ ഒന്നായി ലോറൻസ് യാന്ത്രികമായി മറിച്ചു. മനോഹരമായ ഒരു പുരാതന കത്തീഡ്രലിൽ നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ. സ്യൂട്ട് ധരിച്ച സുന്ദരനായ അശോക്, വധുവിന്റെ വെള്ളവസ്ത്രം ധരിച്ച സുന്ദരിയായ വധു, നിരന്നു നിൽക്കുന്ന പുരോഹിതന്മാരുടെ വിവാഹ ശുശ്രൂഷ, ക്ഷമയോടെ ഇരിക്കുന്ന അതിഥികൾ. ആൽബം പകുതി വരെ കാണാനേ ലോറൻസിന് കഴിഞ്ഞുള്ളൂ. അദ്ദേഹം അത് മടക്കി വെച്ചു. ആ ആശുപത്രി മുറിയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന മൗനം കനം കെട്ടി നിന്നു. അശോക്. ഒടുവിൽ ഇടറുന്ന സ്വരത്തിൽ ലോറൻസ് വിളിച്ചു. സാർ, നേരത്തെ ഇക്കാര്യം പറയാമായിരുന്നു. കുറ്റപ്പെടുത്തലിന്റെയല്ല, നിരാശയുടെ സ്വരമായിരുന്നു അത്. ദുഃഖകരമായ കഥകൾ പറയാൻ ആരും ഇഷ്ടപ്പെടാറില്ലല്ലോ സാർ. പറയുന്നവരും കേൾക്കുന്നവരും വേദനിക്കും. അതുകൊണ്ടാണ്. ലോറൻസ് പെട്ടെന്ന് തലയുയർത്തി അശോകിനെ നോക്കി. ദുഃഖകരമായ കഥയോ? അതെ, എന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വേദനാജനകമായ അനുഭവമായിരുന്നു എന്റെ വിവാഹം, അശോക് പറഞ്ഞു. സാർ ആൽബം മുഴുവൻ കണ്ടിരുന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചേനെ, അശോക് പറഞ്ഞു. എന്താണത്? വിവാഹശേഷമുള്ള സൽക്കാരത്തിന്റെ ഒരു ഫോട്ടോയും അതിലില്ല. വൈ? സൽക്കാരം നടന്നില്ല. 1000ഓളം പേർക്ക് തയ്യാറാക്കിയ ഭക്ഷണം കുടിവെട്ടി മൂടുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? മാരേജ് കഴിഞ്ഞ് ചർച്ചിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നപ്പോൾ പള്ളിമുറ്റത്ത് ഒരു കൊലപാതകം നടന്നു. അനീറ്റയെ കൊലപ്പെടുത്താൻ അവളുടെ കാമുകൻ തോക്കുമായി കാറിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ അവളെ വെടിവെച്ച് കൊന്നോ? ഉത്കണ്ഠ സഹിക്കാൻ വയ്യാതെ ലോറൻസ് ചോദിച്ചു. ഇല്ല, അയാൾ അതിന് ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തോക്ക് അനീറ്റയുടെ കയ്യിൽ കിട്ടി. അവൾ അയാളെ കൊന്നുകളഞ്ഞു. ലോറൻസ് ഞെട്ടിത്തെറിച്ചു. അനീറ്റ? അവളിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. ലോറൻസിന് ഒന്നും ചോദിക്കാനോ പറയാനോ കഴിഞ്ഞില്ല. 2 കൈകൊണ്ട് മുഖം താങ്ങി അദ്ദേഹം തലകുനിച്ചിരുന്നു. ആൽബം മടിയിലേക്ക് വെച്ച് അശോക് കസേരയിലിരുന്ന് പിന്നിലേക്ക് ചാരി മെല്ലെ കണ്ണുകൾ അടച്ചു. 2 കൊല്ലം മുമ്പ് പള്ളിമുറ്റത്ത് വെച്ച് നടന്ന ദാരുണ സംഭവങ്ങൾ ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ അയാളുടെ മനസ്സിന്റെ തിരശ്ശീലയിൽ തെളിഞ്ഞു. സത്യത്തിൽ എന്തായിരുന്നു അശോക് സംഭവിച്ചത്? വിദൂരതയിൽ നിന്നെന്ന പോലെ ലോറൻസിന്റെ ചോദ്യം. MBBS പാസ്സായി കഴിഞ്ഞ് ഞാൻ വെല്ലൂരിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്ന കാലത്താണ് അമേരിക്കയിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നത്, ഡോക്ടർ അനീറ്റയുടെ. ആ കുട്ടി അമേരിക്കയിലാണോ പഠിച്ചത്? ലോറൻസ് ചോദിച്ചു. അതെ, അവളുടെ ഡാഡിയും മമ്മിയും കോഴഞ്ചേരിക്കാരാണ്. പണ്ടേ അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് എടുത്തവർ. അനീറ്റ ജനിച്ചതും വളർന്നതും അമേരിക്കയിലായിരുന്നു. മമ്മയുടെ അകന്ന ബന്ധവും കൂടിയാണ് അവളുടെ ഡാഡി. അങ്ങനെയാണ് ഈ പ്രപ്പോസൽ വന്നത്. എന്നിട്ട് എനിക്ക് അമേരിക്കയിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. മമ്മയുടെ ആഗ്രഹത്തിന് വഴങ്ങിയാണ് ഞാൻ സമ്മതിച്ചത്. അവർ എന്റെ ബയോഡേറ്റ വേണമെന്ന് പറഞ്ഞു. ഞാനത് അയച്ചു കൊടുത്തു. അവർ അനീറ്റയുടെ ഫോട്ടോയും ബയോഡേറ്റയും എനിക്ക് മെയിൽ ചെയ്തു. അവൾ സുന്ദരിയായിരുന്നു, പഠനത്തിലും മികവ് കാട്ടിയവൾ. ഡാഡിയും മമ്മിയുമൊത്ത് അവൾ നാട്ടിൽ വന്നു. ഞാനും അമ്മയും കൂടി ചെന്ന് അനീറ്റയെ കണ്ടു. 2 കൂട്ടർക്കും ഇഷ്ടപ്പെട്ടു. 6 മാസത്തിനകം മാരേജ് നടത്താമെന്ന് തീരുമാനിച്ചിട്ടാണ് തിരിച്ചു പോയത്. അപ്പോഴേക്ക് എന്റെ കോഴ്സ് തീരുമായിരുന്നു. അമേരിക്കയിൽ ചെന്നു കഴിഞ്ഞ് അനീറ്റ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു. സ്ഥിരമായി മെയിലും അയക്കും. ഞാൻ പാസ്പോർട്ട് എടുത്തു. കെട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായില്ല. മാരേജിന്റെ 1 മാസം മുമ്പേ അവർ നാട്ടിൽ വന്നു. 2 തവണ തമ്മിൽ കണ്ടു. അപ്പോഴൊന്നും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കെട്ടിന്റെ അന്നുപോലും ഒരു സംശയവും ആർക്കും ഉണ്ടായില്ല. കെട്ടുകഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ചാടിയിറങ്ങി ഞങ്ങൾക്ക് നേരെ പാഞ്ഞു വന്നത്. തോക്കുമായി വന്ന അവനെ കണ്ട് എല്ലാവരും പകച്ചു നിന്നു. മേക്ക് എ മൂവ് ആൻഡ് ഐ വിൽ കിൽ യു, അവൻ അനീറ്റയുടെ നേരെ നോക്കി വിളിച്ചു പറഞ്ഞു. സംസാരത്തിന് അമേരിക്കൻ ആക്സന്റ്. അവൻ നാട്ടുകാരനല്ലെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാര്യമറിയാതെ ഞാൻ അനീറ്റയെ നോക്കി. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. ബോബി, ഡോണ്ട് ബി ഫൂളിഷ്. I gave you enough time. But no, you are a cheat. Your daughter is a cheat. അനീറ്റയുടെ നേർക്ക് തോക്ക് ചൂണ്ടി അവൻ ട്രിഗറിൽ വിരലമർത്തി. വെടി പൊട്ടി. പക്ഷേ കൈ വിറച്ചതുകൊണ്ടാവും വെടിയുണ്ട അവളുടെ തലയ്ക്ക് മീതെ കൂടി ചെന്ന് പള്ളിഭിത്തിയിൽ ചെന്നുകൊണ്ടു. പിന്നെല്ലാം മിന്നൽ വേഗത്തിലായിരുന്നു. ഒരു പെൺപുലിയെ പോലെ അനീറ്റ കുതിച്ചു ചെന്ന് അവനെ കടന്നു പിടിച്ചു. തോക്കിനു വേണ്ടിയുള്ള മൽപ്പിടുത്തമായിരുന്നു അത്. 2 പേരും കെട്ടിമറിഞ്ഞ് നിലത്തേക്ക് വീണു. അവന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നത് കണ്ട് പേടിച്ച് ആരും അടുത്തില്ല. എങ്ങനെയോ തോക്ക് അനീറ്റ കൈക്കലാക്കി.
2 തവണ അവന്റെ നേർക്ക് നിറയൊഴിച്ചു. ആദ്യത്തേത് അവന്റെ നെഞ്ചു തുളച്ചു, രണ്ടാമത്തേത് അവന്റെ ശിരസും. അവൻ നിലത്ത് കിടന്ന് പിടഞ്ഞു മരിച്ചു. തോക്ക് വലിച്ചെറിഞ്ഞ് അനീറ്റ ഭ്രാന്തിയെപ്പോലെ ഓടി. ആരൊക്കെയോ അവളുടെ പിന്നാലെ ഓടി. അവളുടെ മമ്മി ബോധരഹിതയായി വീണു. പപ്പ എന്റെ അടുത്തേക്ക് വന്ന് ചുമലിൽ തട്ടി മന്ത്രിച്ചു. സോറി, ഐ ആം റിയലി സോറി. ആരാണ് പോലീസിനെ അറിയിച്ചതെന്നറിയില്ല. ബലമായി പിടിച്ച് പള്ളിയുടെ ഓഫീസ് മുറിയിൽ പൂട്ടിയിട്ട് അനീറ്റയെ പോലീസ് വന്ന് കൊണ്ടുപോയി. 1 കൊല്ലത്തോളം വിചാരണ നീണ്ടു. എനിക്കും സാക്ഷിക്കൂട്ടിൽ കയറേണ്ടി വന്നു. അനീറ്റയ്ക്ക് ജീവപര്യന്തം കഠിന തടവാണ് വിധിച്ചത്. ആരായിരുന്നു ബോബി? ലോറൻസ് ചോദിച്ചു. അവളുടെ കാമുകൻ, ലോസ് ആഞ്ചലസിൽ തന്നെയുള്ള ഒരു മലയാളി പയ്യൻ. അവനും ജനിച്ചു വളർന്നത് അമേരിക്കയിലാണ്. വിചാരണ വേളയിലാണ് കഥകൾ പുറത്തു വന്നത്. അനീറ്റയും ബോബിയും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. 2 വീട്ടുകാരും അടുപ്പത്തിലുമായിരുന്നു. പക്ഷെ ബോബി ചില ക്രിമിനൽ കേസുകളിൽ പിന്നീട് പ്രതിയായി. അനീറ്റയുടെ ഡാഡി ആ ബന്ധത്തെ എതിർത്തു. മറ്റു ചില പെൺകുട്ടികളുമായി അവൻ അടുപ്പമുണ്ടെന്നറിഞ്ഞ അനീറ്റ അവന് വാണിംഗ് കൊടുത്തു. അവനത് കാര്യമാക്കിയില്ല. അതോടെ അവൾ അവനിൽ നിന്നകന്നു. പക്ഷെ ബോബിക്ക് ക്രിമിനൽ മൈൻഡാണ് ഉണ്ടായിരുന്നത്. അവൻ പക വീട്ടാൻ കാത്തിരുന്നു. വിവാഹ ദിവസം തന്നെ അവൻ തെരഞ്ഞെടുത്തു. ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഐ എം സോറി അശോക്, വേദനയോടെ ലോറൻസ് പറഞ്ഞു. ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണല്ലോ സാർ ഇതൊക്കെ. ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടിയാണ് ഇങ്ങനെയൊരു സ്ഥലത്തെ ഹോസ്പിറ്റലിലേക്ക് വരാൻ ഞാൻ തയ്യാറായത്. കുറേയൊക്കെ മറക്കാൻ സാധിച്ചു. അതിന് പ്രധാന കാരണക്കാരി മെർലിനാണ്. എനിക്ക് മെർലിനെ ഇഷ്ടമായി. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് ആ ഇഷ്ടം വളരാൻ ഞാൻ അനുവദിച്ചില്ല. കാരണം മെർലിനെ ആഗ്രഹിക്കാൻ എനിക്ക് അർഹതയില്ലെന്ന് നന്നായി അറിയാമായിരുന്നു. പെട്ടെന്ന് പിന്നിലൊരു തേങ്ങൽ കേട്ട് അശോക് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മെർലിൻ നിറകണ്ണുകളോടെ നിൽക്കുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞതെല്ലാം അവൾ കേൾക്കുകയായിരുന്നു അയാൾക്ക് മനസ്സിലായി. മെർലിൻ, അശോക് അറിയാതെ വിളിച്ചു. ആരെയും ഒന്നും അറിയിക്കാതെ. ഞാൻ അശോകിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, വേദനിപ്പിച്ചു. സോറി, പറഞ്ഞാൽ തീരുന്ന കുറ്റമല്ലാതൊന്നും. അവൾ പറഞ്ഞു. എന്റെ സ്വകാര്യ ദുഃഖങ്ങൾ ഞാൻ ഉള്ളിലടക്കി നടന്നു. വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ല. മെർലിൻ ദുഃഖിക്കരുത്. ദൈവം ചിലത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇനിയുള്ള കാര്യങ്ങളും സംഭവിക്കൂ. അശോക് അല്പമെടുത്ത് ബാഗിലാക്കി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലോറൻസും മെർലിനും പരസ്പരം ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അശോക് പറഞ്ഞത് ശരിയാണ് മോളെ. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നടക്കുന്നത്, ദൈവം തീരുമാനിക്കുന്നതാണ്. അവൾ ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് മുട്ടുകുത്തി നിന്നു. എങ്കിലും ഞാൻ ഇത്ര ഭാഗ്യഹീനയായി പോയല്ലോ പപ്പ. അദ്ദേഹം കൈയെടുത്ത് അവളുടെ ശിരസിൽ തള്ളോടിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ടീച്ചേഴ്സ് റൂമിലേക്ക് മെർലിൻ കയറി വരുന്നത് കണ്ട് സിസ്റ്റർ എമ്മയും സിസ്റ്റർ ട്രെസയും പെട്ടെന്ന് എഴുന്നേറ്റു. ഹൗസ് യുവർ പപ്പ? സിസ്റ്റർ എമ്മ ചോദിച്ചു. നല്ല ഇംപ്രൂവ്മെന്റ് സിസ്റ്റർ. ഒക്കെ എല്ലാവരുടെയും പ്രാർത്ഥന, അവൾ പറഞ്ഞു. 2 ദിവസം മുമ്പ് അവർ ലോറൻസിനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു. പപ്പ പറഞ്ഞു സ്കൂളിലേക്ക് പൊയ്ക്കൊള്ളാൻ. അവിടെ എന്റെ ആവശ്യമില്ല. നഴ്സുമാർ കൃത്യസമയത്ത് മരുന്നും ആഹാരവും കൊടുക്കും. ഞാൻ വിചാരിച്ചു പപ്പ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലതെന്ന്. അത് തന്നെയാ നല്ലത്. സ്കൂളിൽ വന്ന പലതും നമുക്ക് മറക്കാൻ കഴിയും. ഒന്നും ഓർമ്മിക്കാൻ സമയം കിട്ടില്ല, സിസ്റ്റർ ടെസ പറഞ്ഞു. ബിജോയും ജൂലിയും ചാർലിയും ഒക്കെ വന്ന് അവളോട് പപ്പയുടെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു. ബെല്ലടിച്ചപ്പോൾ മെറിൻ ക്ലാസ്സിലേക്ക് പോയി. ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. വാണ്ട് ടു സീ യു, ഫാദർ ഇമ്മാനുവൽ ആണ്. അവൾ ഫാദർ ഇമ്മാനുവലിന്റെ മുറിയിലേക്ക് ചെന്നു. അശോകിന്റെ കഥ അവൾ ഫാദർ നിമാനോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. സിറ്റ് ഡൗൺ, അവളെ കണ്ട് ഫാദർ പറഞ്ഞു. കസേരയിലേക്ക് അവൾ ഇരുന്നു. അശോക് പറഞ്ഞതെല്ലാം വാസ്തവമാണ്. പത്രത്തിൽ വായിച്ച ഓർമ്മയുണ്ട്. ഇന്നലെ ലൈബ്രറിയിൽ ചെന്ന് ആ സമയത്തുള്ള പത്രങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ചു. മേശവലിപ്പിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാളം പത്രവും എടുത്ത് അദ്ദേഹം അവളുടെ മുന്നിലേക്ക് വെച്ചു. ചുവന്ന മഷി കൊണ്ട് 2ലും വൃത്തമിട്ട് അടയാളപ്പെടുത്തിയിരുന്നു. 2ഉം അവൾ വായിച്ചു നോക്കി. പള്ളിമുറ്റത്ത് അരുങ്കൊല എന്നാണ് മലയാള പത്രത്തിന്റെ തലക്കെട്ട്. മർഡർ ഔട്ട്സൈഡ് ദി കത്തീഡ്രൽ എന്നായിരുന്നു ഇംഗ്ലീഷ് വിശേഷണം. അവൾ പത്രങ്ങൾ 2ഉം മടക്കി ഫാദറിന് തിരിച്ചു കൊടുത്തു. പിന്നെ അശോകിനെ കണ്ടോ മെർലിൻ? ഇന്നലെ പിന്നെ അശോക് വന്നില്ല. ഇന്ന് റൗണ്ട്സിന് വരും മുമ്പേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. ഞാൻ രാവിലെ അശോകിനെ വിളിച്ചിരുന്നു. നമ്മൾ സംസാരിച്ച കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല.
പപ്പയ്ക്ക് നല്ല ആശ്വാസമുണ്ടെന്നാണ് അശോക് അറിയിച്ചത്. പപ്പയുടെ ശരീരം മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗുഡ് സൈൻ, ഫാദർ പറഞ്ഞു. പപ്പ എതിർത്തില്ലായിരുന്നെങ്കിൽ ഞാൻ പപ്പയെ മുംബൈയിലേക്ക് കൊണ്ടുപോയേനെ. വീണ്ടും എനിക്ക് ഫൂളിഷ്നെസ് സംഭവിച്ചേനെ. അശോകിനെ ഞാൻ അവിശ്വസിച്ചു. അത് എനിക്ക് പറ്റിയ വലിയ തെറ്റ്, അവൾ പറഞ്ഞു. അശോകിനോട് എനിക്ക് സംസാരിക്കണം, എല്ലാം അറിഞ്ഞ് എന്ന ആമുഖത്തോടെ. അയാളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം. മെർലിൻ ചോദ്യഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി. ഫാദർ എന്താണ് ഉദ്ദേശിച്ചത്? ഡോക്ടർ അനീറ്റയ്ക്ക് അശോക് മാപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന്. അവൾ മെല്ലെ മുഖം കുനിച്ചു. അശോകിന്റെ സ്വഭാവം വെച്ച് എല്ലാവരോടും ക്ഷമിക്കുന്ന ചെറുപ്പക്കാരനാണ് അയാൾ. താലി കെട്ടിയ പെണ്ണിനെ തെറ്റുകാരിയാണെങ്കിൽ പോലും അശോക് ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫാദർ പറഞ്ഞു. എനിക്കിനി അത്തരം മോഹങ്ങളൊന്നുമില്ല ഫാദർ. പപ്പയെ എനിക്ക് കുറെ കാലം കൂടി കിട്ടണം. പിന്നെ ഒന്നുകൂടിയുണ്ട്, അവൾ പറയാനൊന്നും മടിച്ചു. എന്താണ് മെർലിൻ? എനിക്ക് എന്റെ പപ്പ മാത്രം മതി, വേറെ ആരും വേണ്ട. പഴയതുപോലെ ഞാനും എന്റെ പപ്പയും മാത്രം. ഫാദർ ഇമ്മാനുവൽ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ചാൾസ് റോയുമായുള്ള മാരേജ് വേണ്ടെന്നാണോ നീ പറയുന്നത്? എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് ആ പ്രപ്പോസൽ. വാശി കൊണ്ട് ഭ്രാന്തി പിടിച്ച സമയത്തിലാണ് ഞാൻ അതിന് സമ്മതം മൂളിയത്. എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം ഫാദർ. അദ്ദേഹം നിസ്സഹായതയോടെ അവളെ നോക്കി. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നില്ല മെർലിൻ. ചാൾസിനെ ഞാൻ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. മാരേജിന്റെ ഒരുക്കങ്ങളുമായി അയാൾ കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അയാളുടെ അടുത്ത ബന്ധുക്കൾ എന്നെ കാണാൻ വരാനിരിക്കുകയാണ്. ഫാദർ ഇഗ്നീഷ്യസും പള്ളിയിൽ വിവാഹക്കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവൾ ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി. തക്കതായ കാരണമില്ലാതെ നിനക്കിനി ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. മെർലിൻ അല്പനേരം മിണ്ടാനാവാതെയിരുന്നു. അടുത്ത ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചു. ഞാൻ പോവാണ് ഫാദർ. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഫാദർ ഇമ്മാനുവൽ ഒന്ന് നെടുവീർപ്പിട്ടു. വൈകുന്നേരം മെർലിൻ ഹോസ്പിറ്റലിൽ ചെന്നു. രാത്രിയിൽ പപ്പയെ ഒറ്റയ്ക്കാക്കാൻ പാടില്ല. കുറച്ചു മുമ്പ് അശോക് വന്നിരുന്നു. ഞങ്ങൾ 5 മിനിറ്റ് പുറത്തു നടന്നു. എനിക്കിപ്പോൾ തടസ്സമൊന്നുമില്ലാതെ ശ്വസിക്കാൻ കഴിയുന്നുണ്ട്, ലോറൻസ് പറഞ്ഞു. താങ്ക് ഗോഡ്. അവൾ മാറിൽ കുരിശ് വരച്ചു. കുറച്ച് താങ്ക്സ് അശോകിനും അവകാശപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ തമാശ കേട്ടിട്ടും അവൾക്ക് ചിരി വന്നില്ല. നാളെ സാറ്റർഡേ അല്ലേ? സ്കൂളില്ലല്ലോ. ഇല്ല, അവൾ പറഞ്ഞു. നാളെ അശോക് വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണം. എന്താണ് പറയുന്നതെന്ന് കേൾക്കാമല്ലോ. അവൾ തലകുലുക്കി. പിറ്റേന്ന് രാവിലെ അശോക് റൗണ്ട്സിന് വന്നപ്പോൾ ലോറൻസിന്റെ അടുത്ത് മെർലിൻ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മെർലിൻ, അവളെ കണ്ട് അയാൾ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. പപ്പ നല്ല ഹാപ്പിയാണിപ്പോൾ. ക്രെഡിറ്റ് ദൈവത്തിനല്ല, അശോകിനാണെന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞത്. ഇത്ര ഹൃദയരാഘവത്തോടെ സംസാരിക്കാൻ കഴിഞ്ഞതോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. പപ്പയും അബദ്ധങ്ങൾ പറയാനുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? 10 ദിവസം കൂടി കഴിഞ്ഞാൽ പപ്പയെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യും. ഒന്നും എന്റെ മെഡിക്കൽ തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റിയതുകൊണ്ടാണ്, അശോക് പറഞ്ഞു. സം ഡോക്ടേഴ്സ് ആർ ഓൾവേസ് ഹംബിൾ, അവൾ പറഞ്ഞു. ഒരു ചിരി മാത്രമായിരുന്നു അശോകിന്റെ പ്രതികരണം. അശോകിന്റെ മണവാട്ടി സുന്ദരിയായിരുന്നു പപ്പ? അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു. അതെ, എ ബ്യൂട്ടിഫുൾ ഗേൾ. എനിക്ക് ആ ആൽബം ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ അശോകിന്റെ കോട്ടേജിലൊന്ന് പോകട്ടെ? അതിനുവേണ്ടി ഇപ്പോൾ ആരും കാണില്ലല്ലോ. അവിടെ അശോകിന്റെ കസിൻ സ്വീറ്റിയുണ്ട് പപ്പ. മെർലിൻ അപ്പോൾ തന്നെ കാറെടുത്ത് ക്രിസ്റ്റീസ് കോട്ടേജിലേക്ക് യാത്ര തിരിച്ചു. ആദ്യമായി അശോകിനെ കാണാൻ അവിടെ ചെന്നത് അവൾക്ക് ഓർമ്മ വന്നു. അത് വേദനാജനകമായ ഒരനുഭവമായിരുന്നു. സ്വീറ്റിയുടെ സ്വീകരണം എങ്ങനെയായിരിക്കും? അവൾക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. ഹെയർപിൻ വളവുകൾ താണ്ടി കാറൊടുവിൽ ക്രിസ്റ്റീസ് കോട്ടേജിന്റെ മുറ്റത്ത് ചെന്നു നിന്നു. കാറിന്റെ ശബ്ദം കേട്ട് സ്വീറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു നോക്കി. കാറിൽ നിന്നിറങ്ങിയ മെർലിനെ കണ്ട് അവൾ അറിയാതെ വിരലുകൾ ചുരുട്ടി. ആശങ്കയോടെയാണ് സ്വീറ്റിയുടെ അടുത്തേക്ക് മെർലിൻ ചെന്നത്. സ്വീറ്റി അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്തതേയില്ല. ഡോക്ടറെ കാണാനാണോ? അല്ല. പിന്നെ? സ്വീറ്റിയല്ലേ? അതെ. ഞാൻ ഒരിക്കൽ അശോകിനെ വിളിച്ചപ്പോൾ സ്വീറ്റിയാണ് മൊബൈൽ എടുത്തത്. ഞാൻ മെർലിൻ. പെട്ടെന്ന് സ്വീറ്റിയുടെ മുഖം ഒന്നയഞ്ഞു. ഏപ്രിൽ ലില്ലി? ആര് പറഞ്ഞു? മെർലിന് ആശ്ചര്യമായി. അശോക് അല്ലാതാര്? മെർലിൻ വരൂ. സൗഹൃദത്തോടെ സ്വീറ്റി ക്ഷണിച്ചു. അവളുടെ പിന്നാലെ മെർലിൻ സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു. TV സ്റ്റാൻഡിലെ കാത്തറിന്റെ ഫോട്ടോയാണ് അവൾ ആദ്യം ശ്രദ്ധിച്ചത്. മെർലിൻ മുമ്പേടെ വന്നിട്ടുണ്ടോ? സ്വീറ്റി പെട്ടെന്ന് ചോദിച്ചു. നുണ പറയാൻ അവൾക്ക് തോന്നിയില്ല. ഒരിക്കൽ. നിങ്ങൾ ഫ്രണ്ട്സാണോ? സ്വീറ്റിയുടെ ആകാംക്ഷ വീണ്ടും ഉയർന്നു. അതെ.
മെർലിൻ ഇരിക്കൂ. അവൾ സെറ്റിയിലിരുന്നു. മെർലിൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അശോക് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് അശോക് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? മെർലിൻ ചോദിച്ചു. ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂളിലെ ടീച്ചറാണെന്നും പപ്പ പേഷ്യൻ്റ് ആണെന്നും. എന്നെക്കുറിച്ച് സ്വീറ്റിയോട് സംസാരിക്കാൻ കാരണം? ഏപ്രിൽ ലില്ലി, സ്വീറ്റി മന്ദഹാസത്തോടെ പറഞ്ഞു. സ്കൂൾ മാഗസിനിൽ വന്ന ആ ആർട്ടിക്കിൾ സ്വീറ്റി വായിച്ചോ? ഇല്ല. അശോകിന്റെ മൊബൈലിൽ മെർലിന്റെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ലില്ലി എന്നാണ്. മെർലിന് അതൊരു പുതിയ അറിവായിരുന്നു. തുറന്നു കിടന്ന വാതിലിലൂടെ തണുപ്പ് മുറിയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. സ്വീറ്റി ചെന്ന് വാതിലടിച്ച്. കോഫിയോ ചായയോ എന്താണിഷ്ടം? അവൾ ചോദിച്ചു. ഇപ്പോ ഒന്നും വേണ്ട. ഞാൻ വന്നത്. മെർലിൻ ഒന്ന് നിർത്തി. മടിക്കാതെ പറയൂ. അശോകിന്റെ ജീവിതത്തിലുണ്ടായ ട്രാജഡിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് 2 ദിവസം മുന്നാണ്. മാരേജിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അശോക് അതേക്കുറിച്ച് ആരോടും പറയാറില്ല. ജീവിതത്തിൽ അവൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ലേ. എങ്കിലും അവന്റെ മനസ്സിൽ അനീറ്റയുണ്ടെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മെർലിൻ ചോദ്യഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. സാധാരണ ഇത്തരമൊരു സംഭവമുണ്ടായാൽ ഡൈവോഴ്സ് ആവശ്യപ്പെടുന്നത് പുരുഷനായിരിക്കും. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല സംഭവിച്ചത്. പിന്നെ അനീറ്റയുടെ ഭാഗത്തു നിന്നാണ് ഡൈവോഴ്സിനുള്ള നീക്കം ആദ്യമുണ്ടായത്. അശോക് അത് സമ്മതിക്കുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അവൾ ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെ അവൻ കാത്തിരിക്കുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. മെർലിൻ ഒന്നും മിണ്ടിയില്ല. നിർമ്മലമായ മനസ്സാണ് അശോകിൻ്റേത്. ആരോടും അവൻ പിണങ്ങില്ല, കയർത്ത് സംസാരിക്കില്ല, ക്ഷമിക്കാൻ എപ്പോഴും തയ്യാറുമാണ്. ആത്മരക്ഷാർത്ഥമാണ് അവൾ കാമുകനെ കൊലപ്പെടുത്തിയതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഡൈവോഴ്സ്? മെർലിൻ ചോദിച്ചു. 1 വർഷം മുമ്പ് ഡൈവോഴ്സ് അനുവദിച്ച് കിട്ടി. എന്റെ കൂടെ ഇനി ജീവിക്കാൻ അവൾക്ക് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അവൾ ഡൈവോഴ്സ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പിന്നെ അതാണ് നല്ലത് എന്നാണ് അവൻ പറഞ്ഞത്. മെർലിൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സ്വീറ്റി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു നിമിഷം ഇരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ മെർലിൻ സത്യം പറയുമോ? സ്വീറ്റിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു. എന്താണ്? വൈ ആർ യു സോ മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ അശോക്? അത് അവളൊന്ന് മടിച്ചു. സത്യം മാത്രമേ പറയാവൂ. ബിക്കോസ് ഐ ലവ് ഹിം, മെർലിൻ പറഞ്ഞൊപ്പിച്ചു. സ്വീറ്റി കീഴ്ച്ചുണ്ടൊന്ന് കടിച്ചു. എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അശോകിന് എന്നോട് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ലവാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. മെർലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു പെണ്ണിനെയും അവൻ പരിധി വിട്ടടുപ്പിക്കില്ല. നല്ല വിൽപ്പവറുണ്ടവന്, സ്വീറ്റി പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ അശോകിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുമില്ല സ്വീറ്റി. ഞാൻ പെട്ടുപോയി. ഐ ആം സെൽഫ് ട്രാപ്ഡ്. മനസ്സിലാകാത്ത മട്ടിൽ സ്വീറ്റി അവളെ നോക്കി. അശോകിന്റെ കാര്യത്തിൽ എനിക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടായി. അശോകിനോട് പകവീട്ടാൻ വേണ്ടി ഞാൻ സ്വയം ശിക്ഷിച്ചു. ചാൾസ് ലീറോയ് എന്നൊരാളിനെ ഞാൻ പ്രപ്പോസ് ചെയ്തു. അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു. ചാൾസ് ലീറോയ്? വിശ്വാസം വരാതെ സ്വീറ്റി ചോദിച്ചു. അതെ. സ്വീറ്റി അറിയുമോ അയാളെ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഫൂളിഷ്നെസ്. ഇനി വാക്കുമാറ്റി പറയാൻ പറ്റില്ല. എന്റെ ജീവിതം ഞാൻ ബലി കൊടുക്കുകയാണ്. മെർലിന്റെ കണ്ണുകൾ നനഞ്ഞു. സ്വീറ്റിയുടെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റലുണ്ടായി. ഇരിക്ക്, ഇനി ഒരു കോഫി കുടിക്കാം. അവൾ എഴുന്നേറ്റു. അശോകിന്റെ മാരേജ് ആൽബം ഒന്ന് കാണാൻ കൂടിയാണ് ഞാൻ വന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, മെർലിൻ പറഞ്ഞു. എനിക്കെന്ത് പ്രശ്നം? അശോകിന്റെ മുറിയിൽ ചെന്ന് ആൽബം എടുത്തുകൊണ്ടുവന്ന് അവൾ മെർലിന് കൊടുത്തു. എന്നിട്ട് കിച്ചണിലേക്ക് പോയി. മെർലിൻ ആൽബത്തിന്റെ താളുകൾ ഓരോന്നായി മറിച്ചു നോക്കി. ചാരനിറത്തിലുള്ള സൂട്ടിൽ അശോക് സുന്ദരനാണ്, കൂടുതൽ ചെറുപ്പവും. അമേരിക്കൻ രീതിയിൽ വെള്ള ഗൗൺ ധരിച്ച വധുവും സുന്ദരി. 2 പേരും തമ്മിൽ നല്ല ചേർച്ച. വെറുതെയല്ല ഡോക്ടർ അനീറ്റയ്ക്ക് അശോകിനെ ഇഷ്ടപ്പെട്ടത്, അതുപോലെ മറിച്ചും. ആൽബത്തിലെ ഫോട്ടോകൾ ഓരോന്നായി മറിച്ചു നോക്കി. കൂട്ടുകാരോടൊപ്പം അശോക്, ബന്ധുക്കളോടൊപ്പം അശോക്, വിവാഹ ശുശ്രൂഷ, പള്ളിയിലെ ഗായക സംഘം, അതിഥികൾ. ഒടുവിൽ മെർലിൻ ആൽബം മടക്കി വെച്ചപ്പോൾ 2 കപ്പ് കാപ്പിയുമായി മുന്നിൽ സ്വീറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞോ? മെർലിൻ മൂളി. കാപ്പി കുടിച്ചുകൊണ്ട് 2 പേരും അല്പം നേരം നിശബ്ദരായിരുന്നു. അശോകിനെ കെട്ടണമെന്ന് മെർലിൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്ന് സ്വീറ്റി ചോദിച്ചു. ഉണ്ട്. ഞാൻ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ള പുരുഷനാണ് അശോക്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ അൺലക്കിയാണ്, നിരാശയോടെ അവൾ പറഞ്ഞു. എന്തുകൊണ്ട് അൺലക്കി? അശോകിന് സമ്മതമാകണമെന്നില്ല. സമ്മതമായാൽ തന്നെ ചാൾസ് പിന്മാറണമെന്നുമില്ല.
ഒഴിഞ്ഞ കപ്പ് ടീപ്പോയ്മയിൽ വെച്ചിട്ട് മെർലിൻ എഴുന്നേറ്റു. ഞാൻ പോവാണ്. ഞാൻ ഇവിടെ വന്ന കാര്യം അശോക് അറിയണ്ട. താങ്ക്സ് സ്വീറ്റി. എനിക്ക് സ്വീറ്റിയെക്കുറിച്ച് പോലും തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. എല്ലാം മാറി. കൂടുതലൊന്നും പറയാതെ മെർലിൻ പുറത്തേക്കിറങ്ങിപ്പോയി. അവൾ തിടുക്കത്തിൽ ചെന്ന് കാറിൽ കയറി. കാർ റോഡിലേക്കിറങ്ങി അപ്രത്യക്ഷമാകുന്നത് നോക്കി സ്വീറ്റി സിറ്റൗട്ടിൽ നിന്നു. പാഴ്സനേജിന്റെ മുറ്റത്തേക്ക് ഒഴുകിച്ചെന്ന് ചാൾസ് ഹീറോയുടെ കാർ നിന്നു. ബാക്ക് ഡോർ തുറന്ന് ചാൾസ് പുറത്തേക്കിറങ്ങി. കുന്നിൻ മുകളിൽ നിന്നുമുള്ള കാഴ്ച മനോഹരമായിരുന്നു. പക്ഷേ അത് കാണാൻ മെനക്കെടാതെ അയാൾ പടികൾ കയറി ചെന്ന് കോളിംഗ് ബെൽ മുഴക്കി. ലോഹയ്ക്ക് മീതെ സ്വെറ്ററും കഴുത്തിൽ ചുറ്റിയ മഫ്ലറുമായിട്ടാണ് ഫാദർ ഇഗ്നേഷ്യസ് വാതിൽ തുറന്നത്. ചാൾസോ, കയറി വരൂ. ഷൂസ് ഊരി വെച്ചിട്ട് ചാൾസ് സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നു. ഫാദർ പെട്ടെന്ന് വാതിലടിച്ചു. ഇന്ന് തണുപ്പ് കൂടുതലാണ്. അതെ ഫാദർ, പക്ഷേ നേരിട്ട് വന്ന് കാണുമെന്ന് വിചാരിച്ച ഞാൻ. പ്ലീസ് സിറ്റ് ഡൗൺ. സെറ്റിയിൽ അഭിമുഖമായി രണ്ടുപേരും ഇരുന്നു. പറയൂ, ഫാദർ ആവശ്യപ്പെട്ടു. മെർലിന്റെ പപ്പയ്ക്ക് ക്യാൻസറാണ്. ഫാദർ അറിഞ്ഞു കാണുമല്ലോ. അതെ, ഇമ്മാനുവലച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് മിസ്റ്റർ ലോറൻസിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ. അത് ഞാൻ അറിഞ്ഞില്ല. മെർലിനുമായുള്ള എന്റെ മാരേജ് കുറച്ച് നീട്ടിവെക്കേണ്ടി വരുമെന്ന് ഞാൻ ഭയന്നതാണ്. പക്ഷെ അവളുടെ പപ്പയ്ക്ക് ഇപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ശരിയാ, ഇന്നലെ എനിക്കത് നേരിൽ കണ്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. മെർലിനും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ. ഫാദർ ഇഗ്നേഷ്യസ് അറിയിച്ചു. എന്തായാലും നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത ഡേറ്റ് മാറിപ്പോയല്ലോ. അടുത്ത മാസം ആദ്യം ബിട്രോത്തൽ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്, ചാൾസ് പറഞ്ഞു. മെർലിനുമായി ചാൾസ് സംസാരിച്ചോ? ഉവ്, ഇഗ്നേഷ്യസ് അച്ഛനെ കൊണ്ട് സൗകര്യമുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ മെർലിൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓ, അത് ശരി. ഫാദർ ഇഗ്നേഷ്യസ് എഴുന്നേറ്റ് ഒരു ഡയറി എടുത്തുകൊണ്ടുവന്ന് തുറന്നു. അദ്ദേഹം പല പേജുകളും മറിച്ചു നോക്കി. അടുത്ത 6th ആയാലോ? സാറ്റർഡേ ആണ്. അന്ന് ഞാൻ ഫ്രീ ആണ്. 6th, ഇനി 3 ആഴ്ചയിലേറെ സമയമുണ്ടല്ലോ. ഓക്കെ ഫാദർ, അന്ന് നിശ്ചയം നടത്താം. ആ ഡേറ്റ് കുറിച്ചിട്ടോളൂ, ചാൾസ് ഉത്സാഹത്തോടെ പറഞ്ഞു. പേനയെടുത്ത് നീലമഷിയിൽ ഫാദർ ഇഗ്നേഷ്യസ് 6-ാം തീയതിയുടെ പേരിൽ ബിട്രോത്തൽ ഓഫ് ചാൾസ് ലീറോയ് ആൻഡ് മെർലിൻ ലോറൻസ് എന്നെഴുതിയിട്ടു. താങ്ക് യു ഫാദർ. ചായ? വേണ്ട ഫാദർ. ഫാദർ ഇഗ്നേഷ്യസിനോട് യാത്ര പറഞ്ഞ് ചാൾസ് പുറത്തേക്കിറങ്ങി. അയാൾ ഹോളിക്രോസ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. മെർലിൻ സ്കൂളിൽ നിന്ന് വന്നു കാണും. ഹോസ്പിറ്റലിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ മെർലിന്റെ കാറ് മുമ്പിലായി കയറ്റം കയറി പോകുന്നത് അയാൾ കണ്ടു. മൈക്കിൾ, ആ കാറിന്റെ അടുത്ത് വേണം പാർക്ക് ചെയ്യാൻ, അയാൾ മുന്നോട്ടാഞ്ഞ് ഡ്രൈവറോട് പറഞ്ഞു. യെസ് സർ. പാർക്കിംഗ് സ്ഥലത്ത് കുറച്ച് കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി മെർലിൻ കാർ നിർത്തി. ഉടൻ തന്നെ വേറൊരു കാർ പാഞ്ഞു വന്ന് അല്പം മാറി നിന്നു. മെർലിൻ തലതിരിച്ചു നോക്കി. ചാൾസിന്റെ കാറാണെന്ന് കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി. അയാൾ പൊയ്ക്കോട്ടെ എന്ന് കരുതി അവൾ കാറിൽ നിന്നിറങ്ങാതെ മൊബൈലിൽ ഒരു നമ്പർ എടുക്കുന്ന ഭാവത്തിലിരുന്നു. പക്ഷെ ചാൾസ് അവളുടെ കാറിന്റെ അടുത്തേക്ക് ചെന്നു. ഹായ് മെർലിൻ. ഡ്രൈവറുടെ സീറ്റിനടുത്തേക്ക് കുനിഞ്ഞ് അയാൾ വിളിച്ചു. പിന്നെ കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. ഞാൻ മെർലിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഭാഗ്യത്തിന് വാർഡിൽ വരെ പോകേണ്ടി വന്നില്ല. അവൾ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ഞാനിന്ന് ഫാദർ ഇഗ്നേഷ്യസിനെ കാണാൻ പോയിരുന്നു. നമ്മുടെ ബിട്രോത്തലിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അടുത്ത മാസം 6th സാറ്റർഡേ ആണ്. എല്ലാം കൊണ്ടും സൗകര്യം. മെർലിൻ ഞെട്ടി. ബട്ട് ഐ എം നോട്ട് പ്രിപ്പയർഡ്. മെർലിന്റെ ഡാഡിക്ക് ഇപ്പോൾ നല്ല സുഖമുണ്ട്. പറ്റിയ സമയം ഇതാണ്. ഐ എം നോട്ട് മേക്കിംഗ് യു സ്കെയർ. പക്ഷേ പപ്പയ്ക്ക് ഇനി അസുഖം കൂടിയാലോ? അവൾ ഭീതിയോടെ അയാളെ നോക്കി. അതിനു മുമ്പ് നമ്മുടെ മാരേജ് കഴിഞ്ഞ പപ്പയ്ക്ക് മനസമാധാനത്തോടെ കണ്ണട്. മൂർച്ചയുള്ള കണ്ണുകളോടെ അവൾ അയാളെ ഒന്ന് നോക്കി. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. മെർലിന്റെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. മകളെ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ ഏതു പിതാവാണ് ആഗ്രഹിക്കാത്തത്? അവൾ ഒന്നും മിണ്ടിയില്ല. ഡോക്ടർ അശോക് നമ്മുടെ എൻഗേജ്മെന്റിന് ഉണ്ടാകുമെന്ന് തോന്നില്ല. ഈ മാസം അവസാനം ഡോക്ടർ ഇവിടുന്ന് പോകുമല്ലോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞല്ലേ. കഷ്ടിച്ച് 2 ആഴ്ച കൂടുമ്പോൾ മാത്രമേ അശോക് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകൂ എന്ന് നടുക്കത്തോടെ മെർലിൻ ഓർത്തു. അത് കഴിഞ്ഞാൽ അശോകിനെ കാണാൻ പോലും കിട്ടില്ല. ഞാനിപ്പോ പപ്പയെ കാണാൻ വരുന്നില്ല. മെർലിൻ വിവരം അറിയിച്ചാൽ മതി. എൻഗേജ്മെന്റിന് വേണ്ടപ്പെട്ടവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. കഷ്ടിച്ച് 20 ദിവസമേ ഉള്ളൂ. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ചാൾസ് ചെന്ന് കാറിൽ കയറി. ഈ മാരേജിന് ഞാൻ തയ്യാറല്ലേ എന്ന് അയാളുടെ മുഖത്തു നോക്കി പറഞ്ഞാൽ എന്താണ്? അവൾ സ്വയം ചോദിച്ചു. ഒന്നുമില്ല. ഒരിക്കൽ സമ്മതിച്ചിട്ട് പിന്നെ പിന്മാറുന്നത് അന്തസ്സുള്ള കാര്യമാണോ? ഒരുവിധം നടന്ന് അവൾ ലോറൻസിന്റെ മുറിയിലെത്തി.
ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ആപ്പിൾ പ്ലേറ്റിൽ നിന്നെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അശോക് കൊണ്ടുവന്ന് തന്നതാ മോളെ, സന്തോഷത്തോടെ ലോറൻസ് പറഞ്ഞു. മെർലിൻ ഒന്നും മിണ്ടിയില്ല. അപ്പോഴാണ് അവളുടെ മ്ലാനമായ മുഖം അദ്ദേഹം ശ്രദ്ധിച്ചത്. എന്തുപറ്റി മെർലിൻ? നത്തിങ് പപ്പ. വരുന്ന വഴി ചാൾസിനെ കണ്ടു. നമ്മളോട് ഡിസ്കസ് ചെയ്യാതെ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നു. 6th നെക്സ്റ്റ് മന്ത്. അത് മര്യാദയല്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. നമ്മൾ ഒബ്ജക്റ്റ് ചെയ്താൽ നമുക്ക് കൺവീനിയന്റ് ആയ ഒരു ഡേറ്റ് പറയാൻ ആവശ്യപ്പെടും. നമുക്കപ്പോ ഒഴിയാൻ പറ്റില്ലല്ലോ. അത് ശരിയാണെന്ന മട്ടിൽ അദ്ദേഹം മെല്ലെ തലകുലുക്കി. എന്തെങ്കിലും സ്ട്രോങ് റീസൺ ഇല്ലാതെ നമുക്ക് ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറാൻ പറ്റില്ലല്ലോ മോളെ. എന്ത് ന്യായം പറയും നമ്മൾ? മറുപടി ഇല്ലാതെ അവൾ തലകുനിച്ചു. വാതിലിൽ ആരോ മുട്ടി. മെർലിൻ ചെന്ന് തുറന്നു. അശോകാണ്. ഓ, മെർലിൻ വന്നോ? ഒരു ന്യൂസ് ഉണ്ട്, അത് പറയാനാ ഞാൻ വന്നത്. ലോറൻസും മെർലിനും ആകാംക്ഷയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് പകരമുള്ള ഡോക്ടർ ജെയിംസ് നാളെ ജോയിൻ ചെയ്യും. മെർലിൻ അമ്പരന്നു പോയി. ദാറ്റ് മീൻസ്? ലോറൻസ് ഉത്കണ്ഠയോടെ ചോദിച്ചു. നാളെ തന്നെ എനിക്ക് വേണമെങ്കിൽ പോകാം. ഡോക്ടർ ക്ലെമന്റ് അങ്ങനെ സമ്മതിച്ചാൽ നാളെ കൂടി മാത്രമേ ഞാൻ ഇവിടെ ഉണ്ടാവൂ. മുറിയിൽ ദുഃഖകരമായ ഒരു മൂകത നിറഞ്ഞു. എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും മുമ്പ് അശോക് പോകുമോ? വേദനയോടെ ലോറൻസ് ചോദിച്ചു. ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ അങ്ങനെ തീരുമാനിച്ചാൽ? ഈ മാസം മുഴുവൻ ഞാനിവിടെ ഉണ്ടാകണമെന്നാ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഡോക്ടർ ജെയിംസ് നാളെ വരുന്ന സ്ഥിതിക്ക്. നാളെ കഴിഞ്ഞാൽ അശോകിനെ ഇനി കാണാൻ പറ്റില്ല. ഓർത്തപ്പോൾ മെർലിന്റെ ഹൃദയം തകർന്നു. ഇന്ന് OP ഡ്യൂട്ടി നേരത്തെ തീർന്നു. ഇനി കോട്ടേജിലേക്ക് പോവാണ്. നാളെ ഞാൻ വരാം. കണ്ട് യാത്ര പറഞ്ഞിട്ടേ പോകൂ. രണ്ടുപേരുടെ മുഖത്തേക്ക് നോക്കാതെ അശോക് വേദം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ട് വാതിൽ ശബ്ദമുണ്ടാക്കാതെ അടച്ചു. കോറിഡോറിലൂടെ നടന്ന് സ്റ്റെയർ കേസിന്റെ അടുത്തെത്താറായപ്പോൾ പിന്നിൽ നിന്ന് ഒരു വിളി കേട്ടു. അശോക്. അയാൾ തിരിഞ്ഞു നോക്കി. മെർലിൻ ഓടി വരുന്നുണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് നിന്നു. കിതപ്പോടെ അവൾ അയാളുടെ അടുത്തേക്ക് വന്ന് മുഖത്തേക്ക് നോക്കി. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ സ്വന്തമാക്കണമെന്ന് ഒരു തവണയെങ്കിലും അശോക് ആഗ്രഹിച്ചിട്ടുണ്ടോ? അവളുടെ നിളഞ്ഞു തൊളുമ്പാറായ കണ്ണുകളിലേക്ക് നോക്കി അശോക് ഒരു നിമിഷം മൂകനായി നിന്നു. മെർലിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന തീവ്രമായ വേദന അശോക് കണ്ടു. അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. കൈവിരലുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല മെർലിൻ. തന്നെയുമല്ല, ഇത് ഹോസ്പിറ്റലല്ലേ. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇവിടെ പരിമിതിയുണ്ട്, അശോക് പറഞ്ഞു. പക്ഷേ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടണം. അവൾ വാശി പിടിച്ചു. പടിക്കെട്ട് കയറി രോഗികളുടെ കൂട്ടിരിപ്പുകാരും സ്റ്റാഫും വരുന്നുണ്ടായിരുന്നു. ഡോക്ടർ അശോകിനെ അറിയാവുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു മറുപടി പറഞ്ഞാൽ മെർലിൻ ഇമോഷണലായി കൂടുന്നില്ല. അതുകൊണ്ട് തൽക്കാലം സംസാരിക്കേണ്ട. പിന്നെ എപ്പോഴാണ്? അയാൾ അക്ഷമയോടെ ചോദിച്ചു. സംടൈംസ് ടുമോറോ, അയാൾ പറഞ്ഞു. വേണ്ട, അശോക് രക്ഷപ്പെടാൻ നോക്കിയാണ്. ഡോക്ടർ ജെയിംസ് നാളെ എത്തും. അശോക് ആ നിമിഷം സ്ഥലം വിടും. പിന്നെ നമ്മൾ തമ്മിൽ കാണാനോ സംസാരിക്കാനോ അവസരം കിട്ടില്ല. അവൾ ഭയന്നു. ഞാൻ വൈകുന്നേരം വരും. പോകും മുമ്പ് എനിക്ക് സംസാരിക്കാനുണ്ട് മെർലിനോട്. അവൾക്ക് അല്പം ആശ്വാസം തോന്നി. കുറച്ചുനേരം അശോകിനോടൊപ്പം ചെലവഴിക്കാൻ സൗകര്യം കിട്ടും. മാത്രമല്ല അശോകിനോട് എന്തൊക്കെയോ തന്നോട് പറയാനുണ്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഉച്ച കഴിഞ്ഞ് എനിക്ക് ഇന്ന് OP ഇല്ല. 7 മണിക്ക് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങും. അതുവരെ ഞാൻ ഫ്രീ ആണ്. 4 മണി കഴിഞ്ഞ് ഞാൻ വരാം. താങ്ക് യു അശോക്. തല ഉയർത്തിപ്പിടിച്ച് അയാൾ പോകുന്നത് നോക്കി മെർലിൻ നിന്നു. കർച്ചീഫ് എടുത്ത് കണ്ണ് രണ്ടും ഒപ്പിയിട്ട് അവൾ പപ്പയുടെ അടുത്തേക്ക് പോയി. ക്രിസ്റ്റീസ് കോട്ടേജിലേക്ക് കാറോടിക്കുമ്പോൾ മെർലിനെ കുറിച്ചാണ് അശോക് ചിന്തിച്ചത്. അവളെപ്പോലൊരു പെൺകുട്ടിയെ പരിചയപ്പെടേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എത്ര രസകരമായ കണ്ടുമുട്ടലായിരുന്നു. അമൽജ്യോതി ലെൻറ്റിൻ ലൈബ്രറിയും പീറ്റേഴ്സ് പോയിന്റുമൊക്കെ അതിന് കാരണമായിട്ടുണ്ട്. നാളെ കഴിഞ്ഞാൽ ഹോളി ക്രോസിനോട് യാത്ര പറയേണ്ടി വരും. പിന്നെ മെർലിനും അവളുടെ പപ്പ ലോറൻസും ഫാദർ ഇമ്മാനുവലും ഡോക്ടർ ക്ലെമന്റും ചാൾസ് ലിറോയും ക്രിസ്റ്റീസ് കോട്ടേജും ഏഞ്ചൽ മേരി കോൺവെന്റ് സ്കൂളും റൊസാരിയോസ് ബേക്കറിയും എല്ലാം ഓർമ്മയിൽ മാത്രം. ഹെയർപിൻ വളവുകൾ ഓരോന്നായി കാർ ഇറങ്ങിക്കൊണ്ടിരുന്നു. അശോകിന്റെ മൊബൈൽ പെട്ടെന്ന് ബെല്ലടിച്ചു. സ്വീറ്റിയാണ്. ലഞ്ച് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുക. 5 മിനിറ്റിനകം എത്തും, അയാൾ പറഞ്ഞു. കുറച്ച് കൂണ് കിട്ടിയിരുന്നു. ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി ചൂടാറാതെ വെച്ചിട്ടുണ്ട്. അശോക് വരാതിരിക്കുമോ എന്ന് പേടിച്ചാ ഞാനിപ്പം വിളിക്കുന്നേ. ഞാനിതാ വന്നു കഴിഞ്ഞു. സ്വീറ്റ് വന്നത് നന്നായി. വീട് മാറി പോകുമ്പോൾ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ അവളുടെ സഹായം കിട്ടും. കൊണ്ടുപോകാൻ അധികമൊന്നുമില്ല.
ഡ്രസ്സും കുറച്ച് പുസ്തകങ്ങളും. 5 മിനിറ്റ് എടുത്തില്ല. അതിനു മുമ്പ് ക്രിസ്റ്റീസ് കോട്ടേജിന്റെ മുമ്പിൽ കാർ നിന്നു. മെർലിന്റെ പപ്പയ്ക്ക് എങ്ങനെയുണ്ട്? സ്വീറ്റി ചോദിച്ചു. ഫാസ്റ്റ് ഇംപ്രൂവ്മെന്റ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഹോസ്പിറ്റൽ വിടാൻ കഴിഞ്ഞേക്കും. എങ്കിൽ പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ നമുക്ക്? അത് മതിയോ? മതി. എന്തായാലും ഡോക്ടർ ജെയിംസ് വരട്ടെ, ഡയറക്ടറോട് ചോദിക്കാം. മെർലിന്റെ പപ്പയെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കിയിട്ട് പോകുന്നതാണ് എനിക്കിഷ്ടം, അശോക് പറഞ്ഞു. രണ്ടുപേരും കൂടിയാണ് ലഞ്ച് കഴിക്കാനിരുന്നത്. സ്വീറ്റി പറഞ്ഞത് ശരിയായിരുന്നു. കൂണുകൊണ്ട് അവൾ രുചികരമായ ഒരു ഐറ്റം ഉണ്ടാക്കിയിരുന്നു. എങ്ങനെയുണ്ട് മഷ്റൂം? ഉഗ്രൻ ടേസ്റ്റ്. അവൾക്ക് തൃപ്തിയായി. എനിക്കിന്നിവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കുന്നതിനിടെ സ്വീറ്റി പറഞ്ഞു. ആര്? അശോക് അറിയുന്ന ആളാണ്. ഗസ്റ്റ് ചെയ്തേ. മെർലിൻ? അയാൾ ചോദിച്ചു. അതെ. എന്തിന്? എന്നോട് സംസാരിക്കാൻ, നിന്നെക്കുറിച്ചും അനീറ്റയെക്കുറിച്ചും അറിയാൻ. എന്നിട്ട്? അയാൾ ചോദിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു. പുവർ ഗേൾ. എന്താ നിനക്കങ്ങനെ അവളെക്കുറിച്ച് തോന്നിയേ? അവൾ നിന്നെ സ്നേഹിക്കുന്നു, ഒരുപാട്. പക്ഷെ നീ എത്രയോ അകലെ. അതാണ് സേഫ്. നീ ക്രൂരനാണ് അശോക്. ഒരു പെണ്ണിന്റെ മനസ്സ് കാണാൻ കഴിവില്ലാത്ത പുരുഷനല്ല. അശോക് മറുപടി പറയാതെ നിശബ്ദനായി ഭക്ഷണം കഴിച്ചു. ആ ചാൾസിൽ നിന്ന് നിനക്ക് അവളെ രക്ഷിച്ചുകൂടെ? മറ്റൊരു പുരുഷനിൽ നിന്ന് അവളെ ഞാൻ തട്ടിയെടുക്കയില്ല. അവളാണ് സ്വയം രക്ഷപ്പെടുത്തേണ്ടത്. നീ അവളെ സ്നേഹിക്കുന്നുണ്ടോ അശോക്? യെസ്. എന്നും അവൾ നിന്റെ കൂടെ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. അത്രയും തുറന്നു പറഞ്ഞല്ലോ. സന്തോഷം. മെർലിൻ വന്ന കാര്യം അവളോട് നീ ചോദിക്കരുത്. നീ അറിയരുതെന്നാണ് അവൾ റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ ചോദിക്കയില്ല. അശോക്, ഒരു കാര്യം എനിക്കുറപ്പാ. ഒരിക്കലും മെർലിന് യോജിച്ച പുരുഷനല്ല ചാൾസ് ലീറോയ്, അവൾ പറഞ്ഞു. ഹൗ ഡു യു നോ ദാറ്റ്? ഒരു പുരുഷനെ വിലയിരുത്താൻ ഒരു സ്ത്രീക്ക് അറിയൂ. ഹീസ് ഹൈലി ഇമ്മോറൽ. അശോക് അവളെ പകച്ചു നോക്കി. സ്വീറ്റി മെല്ലെ തലകുലുക്കി. മെർലിൻ കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കി. മണി 4:15. വൈകുന്നേരം വരാമെന്നാണ് അശോക് പറഞ്ഞത്. വൈകിയാലും വരാതിരിക്കില്ല. പപ്പ, കുറച്ച് കോഫി തരട്ടെ? അവൾ ലോറൻസിനോട് ചോദിച്ചു. തന്നയ്ക്ക് മോളെ, കഴിക്കാനും വേണം, വിശക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഫ്ലാസ്കിൽ നിന്ന് ഒരു കപ്പ് കാപ്പി പകർന്ന് അവൾ പപ്പയ്ക്ക് കൊടുത്തു. കഴിക്കാൻ ബിസ്ക്കറ്റും. അടുത്ത മൺഡേ മുതൽ നിനക്ക് സ്കൂളിൽ പോകാം. 1 മാസംക്കുള്ളിൽ ലീവ് എടുത്താലോ എന്ന് വിചാരിക്കുക. പപ്പയെ തനിച്ചാക്കിയിട്ട് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ലോറൻസ് ഒന്ന് ചിരിച്ചു. ഡോൺ ബി സില്ലി. പപ്പ ഈസ് ആസ് ഹെൽത്തി ആസ് എവർ. പപ്പ സുഖം പ്രാപിച്ചിട്ടും നിനക്കെന്താ മോളെ സന്തോഷമില്ലാത്തേ? ലോറൻസ് ചോദിച്ചു. അക്കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ അശോക് ഇവിടുന്ന് പോകുന്നതോടത്തോളം വിഷമമാണോ? അതുമുണ്ട്. പിന്നെ? മറുപടി പറയാതെ അവൾ മുഖം കുണിച്ചു. ഓ, മനസ്സിലായി. ചാൾസിന്റെ കാര്യം. അതിൽ നിന്നൊഴിവാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പപ്പയും സീരിയസായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. വാതിലിലൊന്ന് മുട്ടിയിട്ട് അശോക് മുറിയിലേക്ക് കയറി വന്നു. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് അശോക്. ഫ്ലാസ്കിൽ കോഫിയുണ്ട്, മെർലിനോട് പറയൂ തരാൻ. നോ സാർ, താങ്ക് യു. വിശേഷിച്ച് ഒന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ മെർലിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞങ്ങൾ പുറത്തേക്കൊന്ന്? അശോക് അനുവാദം ചോദിച്ചു. ഗോ ഹെഡ് മാൻ, ഊർജ്ജസ്വലനായി അദ്ദേഹം പറഞ്ഞു. അശോക് മെർലിനെ ഒന്ന് നോക്കി. 1 മിനിറ്റ്, ഞാൻ വരാം അശോക്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അയാൾ പുറത്തേക്കിറങ്ങി കോറിഡോറിലൂടെ മെല്ലെ നടന്നു. 1 മിനിറ്റ് കഴിയും മുമ്പ് മെർലിൻ വന്നു. നമുക്ക് വെറുതെ ഒരു ഡ്രൈവിന് പോയാലോ? എനിക്കിഷ്ടമാണ്. മനോഹരമായ സായാഹ്നമായിരുന്നു അത്. പൂന്തോട്ടത്തിനരികെ നടന്നു പോകുമ്പോൾ അവർക്ക് റോസാപ്പൂക്കളുടെയും ട്യൂബ്രോസിന്റെയും സുഖകരമായ ഗന്ധം അനുഭവപ്പെട്ടു. അകലെ നീലമലകൾ നേർത്ത മൂടൽമഞ്ഞിൽ അദൃശ്യമായി കഴിഞ്ഞിരുന്നു. കയറൂ. അശോക് ഡോർ തുറന്നു. ഫ്രണ്ട് സീറ്റിൽ മെർലിനും ഇരുന്നു. ഡോർ അടിച്ചിട്ട് അയാൾ കാറിനെ ചുറ്റി വന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. കാർ മെല്ലെ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് താഴേക്കിറങ്ങി. അല്പനേരത്തേക്ക് രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. മെർലിൻ എന്താണ് ആലോചിക്കുന്നത്? ഇതുപോലെ ഇനി ഒരിക്കലും നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. എന്തിനാണ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? വേർപിരിയാറായ നേരത്ത് എനിക്കെങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റും? ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരിക്കൽ കൂടി നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാൻ ഭാഗ്യമുണ്ടായല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്, അയാൾ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. വെറുതെ ഒരു ഡ്രൈവിന് പോകാമെന്ന് മെർലിനോട് പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. പക്ഷേ സംസാരിക്കാൻ അസൗകര്യമുണ്ടെന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. എതിരെ വാഹനങ്ങൾ വരുമ്പോൾ ശ്രദ്ധ പതറും.
സമനിരപ്പുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അശോക് കാർ നിർത്തി. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അഗാധമായ കൊക്കയാണ്. സുരക്ഷിതത്വത്തിന് വേണ്ടി കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അയാളാണ് ആദ്യം ഇറങ്ങിയത്. പിന്നാലെ മെർലിനും. മൂടൽമഞ്ഞ് അന്തരീക്ഷത്തിനുള്ളിൽ പകുതി വ്യാപിക്കുന്നുണ്ട്. സ്വെറ്റർ എടുക്കേണ്ടതായിരുന്നു അല്ലേ? സാരമില്ല, അവൾ പറഞ്ഞു. കാറിനടുത്ത് അവർ ഒരു നിമിഷം നിശബ്ദരായി നിന്നു. ഉച്ചയ്ക്ക് മെർലിൻ ചോദിച്ചതിന് മറുപടി വേണ്ടേ? വേണം. ജീവിതത്തിൽ ഒരു സ്ത്രീയുമായിട്ടും ആവശ്യത്തിലധികം അടുപ്പമുണ്ടായിട്ടില്ല എനിക്ക്. പഠിക്കുന്ന കാലത്ത് പെൺസുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ലവ് അഫെയർസ് ആയിരുന്നില്ല. സത്യസന്ധതയോടെയാണ് അശോക് സംസാരിക്കുന്നതെന്ന് അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് തോന്നി. അനീറ്റയുടെ പ്രപ്പോസൽ വന്നപ്പോൾ സ്വീകരിക്കാമെന്ന് തോന്നി. അമേരിക്കയിൽ ജനിച്ചു വളർന്ന പെണ്ണാണ്. അമേരിക്കൻ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ. ഗേൾഫ്രണ്ട്സ് ഇല്ലാത്ത ആൺകുട്ടികളും ബോയ് ഫ്രണ്ട്സ് ഇല്ലാത്ത പെൺകുട്ടികളും അപൂർവമാണ്. അശോക് എന്താണ് പറഞ്ഞുവെന്നത് ആകാംക്ഷയോടെ മെർലിൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. അനീറ്റയ്ക്കും ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നിരിക്കണം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളായിരുന്നു. മാരേജിന് മുമ്പുള്ള ശാരീരിക ബന്ധം അവിടെ സാധാരണമാണ്. എന്നിട്ടും അനീറ്റയെ കെട്ടാമെന്ന് ഞാൻ തീരുമാനിച്ചത് മമ്മയുടെ ആഗ്രഹത്തിന് വഴങ്ങിയാണ്. അമേരിക്കയിൽ ഉപരിപഠനം നടത്തി ഞാനൊരു പ്രഗത്ഭ ഡോക്ടറാകുമല്ലോ എന്നായിരുന്നു മമ്മയുടെ പ്രതീക്ഷ. പക്ഷേ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയി, മെർലിൻ പറഞ്ഞു. അതെ, എന്ന് മാത്രമല്ല എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡിക്ക് അത് കാരണമാവുകയും ചെയ്തു. അനീറ്റയെ കാണാൻ ജയിലിൽ പോയിട്ടുണ്ടോ അശോക്? ഉണ്ട്. പക്ഷെ എന്നെ കാണാൻ അവൾ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ആ അധ്യായം എങ്ങനെ അവസാനിച്ചു? പഴയ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഹോളി ക്രോസിൽ ജോയിൻ ചെയ്തത്. പുതിയ ഹോസ്പിറ്റലും നാടും മനുഷ്യരും എന്നെ ഒരുപാട് സ്വാധീനിച്ചു. പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതുമില്ല. അശോക് പുഞ്ചിരിയോടെ മെർലിനെ നോക്കി. മെർലിനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് സുഖമുള്ള അനുഭവമാണ് തന്നത്. ഒരു സ്നേഹിത എന്ന ബന്ധത്തിൽ നിന്ന് അത് ഹൃദയത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഞാൻ എന്നെ സ്വയം ശാസിച്ചു. അശോക്, നീ അതിർത്തി കടക്കുകയാണ്. ആ ലില്ലിപ്പൂവിനെ സ്വന്തമാക്കാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല. അശോക്, മെർലിൻ വേദനയോടെ വിളിച്ചു. എല്ലാം തുറഞ്ഞു പറഞ്ഞ്, മെർലിൻ, നിന്നെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ പലവട്ടം ഞാൻ മോഹിച്ചതാണ്. പക്ഷേ ധൈര്യം വന്നില്ല. എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ നിന്റെ സൗഹൃദം പോലും നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. മെർലിന്റെ കണ്ണുകൾ നനഞ്ഞു. എന്റെ ഭയം ശരിയായിരുന്നുവെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ആ സംഭവം അപ്പോഴാണ് നടന്നത്. കാതറിൻ എന്നെ നഴ്സാണ് എന്റെ മമ്മ എന്നറിഞ്ഞപ്പോൾ നീ എന്നിൽ നിന്ന് അകന്നു പോയത്. മെർലിൻ ഒന്ന് തേങ്ങി. അപ്പോൾ വെളുത്ത മേഘങ്ങളെപ്പോലെ ഒഴുകി വന്ന കനത്ത മൂടൽമഞ്ഞ് അവരെ പൊതിഞ്ഞു. മഞ്ഞിൽ രണ്ട് ആൾരൂപങ്ങളെപ്പോലെ അവർ പരസ്പരം നോക്കി നിന്നു. കൈനീട്ടി തൊടാനും ഒരാശ്ലേഷത്തിൽ അമരാനും രണ്ടുപേരും കൊതിച്ചു. പക്ഷേ രണ്ടുപേരുടെയും പാദങ്ങൾ ചലിച്ചില്ല. മെർലിൻ, നീ എന്റേതായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ മോഹം എന്നിലുണ്ട്, അശോക് നേർത്ത സ്വരത്തിൽ പറഞ്ഞു. അശോക്. മെർലിന് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ അശോകിന്റെ കൈകൾക്കുള്ളിലേക്ക് ചെന്നു വീണു. അവർ ദീർഘമായ ആലിംഗനത്തിൽ അമർന്നു. രണ്ട് ശരീരങ്ങൾക്ക് ഒരാവരണം പോലെ മൂടൽമഞ്ഞ് പാറിപ്പോകാതെ നിന്നു. ചാൾസിനെ കണ്ട് നീ പറയണം, മാരേജ് പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നീ പിന്മാറുകയാണെന്നും അയാൾ പറഞ്ഞു. ഞാൻ പറയാം അശോക്, ബാക്കിയൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. അശോക്. അയാൾ അവളെ മൃദുവായി ചുംബിച്ചു. കുറേയേറെ ആലോചിച്ച ശേഷമാണ് സ്വീറ്റ് റിസീവർ എടുത്ത് ചാൾസ് ഡിറോയുടെ നമ്പർ ഡയൽ ചെയ്തത്. ഒരു ഇംഗ്ലീഷ് ഗാനമായിരുന്നു അയാളുടെ റിംഗ് ബാക്ക് ടോൺ. അത് തീരും മുമ്പ് ചാൾസിന്റെ ശബ്ദം വന്നു. ഹായ് സ്വീറ്റി. തിരക്കിലാണോ ചാൾസ്? സ്വീറ്റി വിളിച്ചാൽ ഏത് തിരക്കിൽ നിന്നും ഞാൻ പുറത്തു ചാടുമല്ലോ. യു ആർ ആൻ എക്സ്പേർട്ട് ഇൻ ഫ്ലാറ്ററിംഗ്. ഏയ്, പ്രശംസയോ പുകഴ്ത്തലോ അല്ല. കാണുന്നതുപോലെ സുഖമാണ് സ്വീറ്റിയോട് സംസാരിക്കാനും. വികാരം നിറഞ്ഞ സ്വരമായിരുന്നു അയാളുടേത്. പക്ഷേ എല്ലാം അവസാനിക്കാൻ പോകുകയാണ്. വൈ? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. ഹോളി ക്രോസിൽ നിന്ന് അശോക് റിസൈൻ ചെയ്യുകയല്ലേ? നാളെ പുതിയ ഡോക്ടർ ചാർജ് എടുക്കും. മറ്റന്നാൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. ഓ, അക്കാര്യം ഞാൻ ഓർത്തില്ല. ഈ മാസം അവസാനിച്ചിട്ട് പോയാൽ പോരെ അശോകിന്? ഇനി 7-8 ദിവസം കൂടിയല്ലേ ഉള്ളൂ, ചാൾസ് പറഞ്ഞു. ഹോസ്പിറ്റലിലെ ഡയറക്ടർ പറഞ്ഞാൽ അശോക് അതുവരെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ മറ്റന്നാൾ പോകും. ഡയറക്ടർ ഡോക്ടർ ക്ലമന്റ് എന്റെ ഫ്രണ്ടാണ്. ഞാൻ സംസാരിച്ച് അത് അറേഞ്ച് ചെയ്യാം. പക്ഷെ പോകും മുമ്പ് നമുക്ക് മീറ്റ് ചെയ്യണം. അതെ, എനിക്കും ആഗ്രഹമുണ്ട്. അക്കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. ഡേറ്റ് പറയൂ. ഐ എം റെഡി. മറ്റന്നാളായാലോ? ഡേ ആഫ്റ്റർ ടുമോറോ. ഞാൻ അന്ന് ഫ്രീ ആകാം. ഇനി അധികം നീട്ടണോ? എന്താ?
അയാൾ ചോദിച്ചു. എഗ്രീഡ്. എവിടെ വെച്ച് മീറ്റ് ചെയ്യും? എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഒരു കെയർ ടേക്കർ മാത്രമേ ഉള്ളൂ അവിടെ. 1/2 അവർ ജേണി. നമ്മൾ രാവിലെ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. നല്ല ഐഡിയ. കേട്ടപ്പോൾ തന്നെ എനിക്ക് ത്രില്ലായി. ഓക്കെ സ്വീറ്റി, നാളെ ഞാൻ വിളിക്കാം. ബി പ്രിപ്പയർ ഫോർ എ അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ്. ചാൾസ്, ഐ വിൽ ലവ് ദാറ്റ്. അവൾ കുറുകി. ബൈ സ്വീറ്റി. ബൈ ഡാർലിംഗ്. ചാൾസ്, നിന്റെ പുരുഷ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചു പോയ ഒരു മാദക സുന്ദരിയാണ് സ്വീറ്റി എന്ന് വിചാരിച്ചെങ്കിൽ ആ ധാരണ തെറ്റാണെന്ന് നീ മനസ്സിലാക്കാൻ ഇനി വെറും 2 ദിവസം മാത്രം കാത്തിരുന്നാൽ മതി. റിസീവർ വെച്ചിട്ട് അവൾ ഊറിച്ചിരിച്ചു. പ്രഭാതത്തിന് പതിവിലേറെ തണുപ്പുണ്ടായിരുന്നു. കമ്പിളി പുതപ്പിനുള്ളിൽ നിന്ന് സ്വീറ്റി തല പുറത്തേക്കെടുത്ത് ഭിത്തിയിലെ ക്ലോക്കിൽ നോക്കി. മണി 7. 9 മണിക്ക് അശോകിന് ഹോളി ക്രോസിലെത്തണം. ഇനി കിടന്നാ പറ്റില്ല. അവൾ എഴുന്നേറ്റു. തണുപ്പ് കാരണം അയഞ്ഞ പാൻസും ഷർട്ടുമാണ് അവൾ ധരിച്ചിരുന്നത്. ഷർട്ടിനു മീതെ സ്വെറ്ററും ഉണ്ടായിരുന്നു. എന്നിട്ടും കിടുകിടുത്തു. ഏറിയാൽ 7 ദിവസം കൂടി ഈ തണുപ്പ് അനുഭവിച്ചാൽ മതി. അവൾ കിച്ചണിൽ ചെന്ന് ബ്ലാക്ക് കോഫി ഉണ്ടാക്കി. കാപ്പി 2 മഗുകളിൽ പകർന്ന് അവൾ അശോകിന്റെ മുറിയിലേക്ക് ചെന്നു. വാതിലടഞ്ഞു കിടക്കുകയായിരുന്നു. കാൽമുട്ട് കൊണ്ട് അവൾ അത് തള്ളി തുറന്നു. ബ്ലാങ്കറ്റിനുള്ളിൽ ചരിഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നു അശോക്. കാപ്പി 2 മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ അശോകിന്റെ കിടക്കയിലിരുന്നു. എന്നിട്ട് അയാളുടെ ദേഹത്തേക്ക് ചാരി മുഖത്തേക്ക് നോക്കി. കുഞ്ഞിനെ പോലെ അശോക് ശാന്തമായി ഉറങ്ങുന്നു. അശോക്. അവൾ അയാളെ മെല്ലെ കുലുക്കി വിളിച്ചു. അയാൾ പെട്ടെന്ന് കണ്ണു തുറന്നു. 7 മണി കഴിഞ്ഞു. ഇന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അവൾ ഓർമ്മിപ്പിച്ചു. ഓ ശരിയാ, ഞാൻ മറന്നു. അയാൾ എഴുന്നേറ്റു. ഇന്ന് ഡോക്ടർ ജെയിംസ് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. എന്റെ പേഷ്യൻസിനെ ഇനി ജോയിൻസിന് കൈമാറണം. അയാൾ പറഞ്ഞു. നമ്മൾ എന്നാണ് തിരിച്ചു പോകുന്നത്? അവൾ ചോദിച്ചു. മിക്കവാറും നാളെ. ഈ മാസം കൂടി നിന്നിട്ട് പോയാൽ പോരായോ? 7 ദിവസം കൂടി. അവർ റിക്വസ്റ്റ് ചെയ്താൽ നിൽക്കാം. ഞാൻ അങ്ങോട്ട് കയറി ചോദിക്കില്ല സ്വീറ്റി. നാളെ ഇവിടുന്ന് പോയാൽ ചാൾസ് ജിറോയുമായുള്ള കൂടിക്കാഴ്ച നടക്കില്ല. പക്ഷേ അത് പ്രധാനമാണ്. അയാളെ കണ്ടേ കഴിയൂ. 2-3 ദിവസം കൂടി കഴിഞ്ഞ് ഈ വീട് വിട്ടാൽ പോരെ? ഈ മാസം മുഴുവൻ നമുക്കിവിടെ താമസിക്കാനുള്ള അവകാശമുണ്ട്. കാപ്പി എടുത്തുകൊണ്ട് അശോക് പറഞ്ഞു. എങ്കിൽ പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് പോയാൽ മതി. ഈ നാട് സ്വീറ്റിക്ക് അങ്ങ് പിടിച്ചു പോയോ? കളിമട്ടിൽ അയാൾ ചോദിച്ചു. സത്യം, എനിക്കിവിടുന്ന് പോകാൻ തോന്നില്ല, അവൾ പറഞ്ഞു. ഇവിടുന്ന് പോകാതിരിക്കാൻ ഒരു വഴിയുണ്ട്. ഇവിടുന്ന് ആരെയെങ്കിലും അങ്ങ് കെട്ടിയാൽ മതി. സ്വീറ്റി പൊട്ടിച്ചിരിച്ചു. എന്റെ എളിയ നിലയിൽ ഞാൻ ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവൾ തമാശ പറയുന്നു എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷേ അവളുടെ മുഖം കണ്ടപ്പോൾ ഗൗരവത്തോടെയാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്ത് പരിശ്രമങ്ങൾ? അയാൾ ചോദിച്ചു. കാത്തിരുന്ന് കണ്ടാ മതി. ഒഴിഞ്ഞ കാപ്പി മഗ് അയാൾ അവൾക്ക് കൊടുത്തു. 8 മണിയായപ്പോഴേക്ക് അശോക് ഷേവ് ചെയ്ത് വേഷം ധരിച്ച് തയ്യാറായി. ബ്രെഡ് ടോസ്റ്റും ഓംലേറ്റും കോഫിയുമാണ് സ്വീറ്റി ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത്. 2 പേരും കഴിക്കാനിരുന്നു. നീ പോകുമ്പോൾ മെർലിന് വിഷമമാകും, അവൾ പറഞ്ഞു. എന്തു പറഞ്ഞവളെ ആശ്വസിപ്പിക്കും? ചാൾസിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രപ്പോസലിൽ നിന്ന് പിന്മാറുകയാണെന്ന് പറയാൻ. അയാൾ പിന്മാറുമാവോ? സാധ്യതയില്ല, അശോക് പറഞ്ഞു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാൻ പോവാണ്. എങ്ങനെ? ഒരു ഐഡിയ ഉണ്ട്. വിജയിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് വിശ്വാസമില്ല സ്വീറ്റി. മെർലിൻ എനിക്കുള്ള പെണ്ണാണെങ്കിൽ എനിക്ക് തന്നെ കിട്ടും. ഞാനതിന് ശ്രമിക്കും. കിട്ടിയില്ലെങ്കിൽ വിധി. ഭക്ഷണം കഴിച്ച് അശോക് എഴുന്നേറ്റു. ഈ മാസം കൂടി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് നിങ്ങളുടെ ഡയറക്ടറോട് പറയണേ, സ്വീറ്റി ഓർമ്മിപ്പിച്ചു. 8:30 മണി കഴിഞ്ഞപ്പോൾ അശോക് ഹോളി ക്രോസിലെത്തി. ഈ ഹോസ്പിറ്റലിലെ തന്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. ഇനിയൊരിക്കലും ഇതിന്റെ കണ്ണാടിവാതിൽ തുറന്ന് അകത്തേക്ക് കയറേണ്ടി വരില്ല. രജിസ്ട്രേഷനിലെ പെൺകുട്ടികൾ പുഞ്ചിരിയോടെ ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്ന് പറയില്ല. ഡോക്ടർ അശോക് സംഗീത് മാത്യു എന്ന നെയിം ബോർഡുള്ള കൺസൾട്ടിംഗ് റൂമിൽ ഇരിക്കേണ്ടി വരില്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇടനാഴി താണ്ടി സെബാസ്റ്റ്യൻ തിടുക്കത്തിൽ വന്നു പറഞ്ഞു. ഗുഡ് മോർണിംഗ് സെബാൻ. ഡോക്ടർ ജെയിംസ് വന്നിട്ടുണ്ട്. ഡയറക്ടറുടെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. ഡോക്ടർ ജെയിംസ് വന്നിരിക്കുന്നു. ഡയറക്ടർ ഇത്ര നേരത്തെ വന്നോ? അശോക് ചോദിച്ചു. 5 മിനിറ്റായി കാണത്തേയുള്ളൂ. പെട്ടെന്ന് അശോകിന്റെ മൊബൈൽ ബെല്ലടിച്ചു. ഡോക്ടർ ക്ലെമന്റ് ആണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അശോക് പെട്ടെന്ന് കോൾ എടുത്തു. മോർണിംഗ് അശോക്. വെർ ആർ യു നൗ? ഡോക്ടർ ക്ലെമന്റ് ചോദിച്ചു. ഐ എം ഇൻ ദ ഹോസ്പിറ്റൽ. പ്ലീസ് കം ടു മൈ റൂം. യെസ് ഡോക്ടർ. അശോക് കോൾ കട്ട് ചെയ്തു. ഡയറക്ടറായിരുന്നോ? സെബാസ്റ്റ്യൻ ചോദിച്ചു. അതെ. ഡോക്ടർ ഇന്ന് തന്നെ പോകുമോ? അവൻ തിരക്കി. മിക്കവാറും.
ഡോക്ടർക്ക് ഞങ്ങളൊരു സെൻഡ് ഓഫ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അശോക് പുഞ്ചിരിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സബാൻ, നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി എനിക്ക്. അശോക് വേഗം ഡോക്ടർ ക്ലെമന്റിന്റെ മുറിയിലേക്ക് ചെന്നു. ഡോക്ടർ ക്ലെമന്റിനൊപ്പം സുമുഖനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവർ സോഫയിൽ അടുത്തടുത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഹിയർ കംസ് ഡോക്ടർ അശോക്. ഡോക്ടർ ക്ലെമന്റ് പുഞ്ചിരിയോടെ അയാളെ ഡോക്ടർ ജെയിംസിന് പരിചയപ്പെടുത്തി. ഡോക്ടർ ജെയിംസും അശോകും സൗഹൃദത്തോടെ കൈപിടിച്ച് തലകുലുക്കി. ഡോക്ടർ അശോകിനെ കുറിച്ച് ഡോക്ടർ ക്ലെമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പോകാൻ ഇത്ര തിടുക്കം? ഡോക്ടർ ജെയിംസ് ചോദിച്ചു. പ്യുവർലി പേഴ്സണൽ, മന്ദഹാസത്തോടെ അശോക് പറഞ്ഞു. അശോകിന് പകരമാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അശോകിനെ കുറിച്ച് ഹെൽപ്പ് വേണം, പേഷ്യൻസിനെ ഒന്ന് സ്റ്റഡി ചെയ്യാൻ. ഈ ആഴ്ച കൂടി കഴിഞ്ഞു പോയാൽ പോരെ? ഡോക്ടർ ജെയിംസ് ചോദിച്ചു. ഡോക്ടർ ക്ലെമന്റിന്റെ നേർക്ക് അശോക് ഒന്ന് നോക്കി. എന്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഇൻ ദാറ്റ് കേസ് ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ, അശോക് സമ്മതിച്ചു. 3 പേരും ചിരിച്ചു. സിസ്റ്റർ ടെസയും സിസ്റ്റർ അമ്മയും ലോറൻസിന്റെ ബെഡിന്റെ അരികിൽ നിന്ന് പ്രാർത്ഥിച്ചു. മെർലിൻ മുഖം താഴ്ത്തി നിന്നു. ഞങ്ങൾ ആദ്യം കണ്ടതിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട് മെർലിന്റെ പപ്പയ്ക്ക്. പ്രാർത്ഥന അവസാനിച്ചപ്പോൾ സിസ്റ്റർ ടെസ പറഞ്ഞു, ദ ഓൾമൈറ്റി ഹാസ് പെർഫോംഡ് എ മിറാക്കിൾ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണ ലങ് ക്യാൻസർ പിടിപെട്ടാൽ ഒരു തിരിച്ചുവരവ് അപൂർവമാ സിസ്റ്ററെ, ലോറൻസ് പറഞ്ഞു. തക്ക സമയത്ത് നല്ല ട്രീറ്റ്മെന്റും കിട്ടി, മെർലിൻ പറഞ്ഞു. മെർലിനെ അവിടെ ഒറ്റക്കാക്കിയിട്ട് പപ്പയെ തിരിച്ചു വിളിക്കാൻ ദൈവം തയ്യാറായില്ല, സിസ്റ്റർ എമ്മ പറഞ്ഞു. മെർലിന്റെ മാരേജ് പപ്പ ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണോ മാറ്റിവെച്ചത്? സിസ്റ്റർ ടെസ ചോദിച്ചു. അല്ല സിസ്റ്ററെ, അതേക്കുറിച്ച് ഞങ്ങൾ ഒരു റീതിങ്കിങ് നടത്തുകയാണ്, ലോറൻസ് പറഞ്ഞു. അതാ നല്ലത്. പക്ഷേ വാക്കുറപ്പിച്ച സ്ഥിതിക്ക് അയാൾ പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ? ഇടവക പള്ളിയിൽ അയാൾ പരാതി കൊടുത്താൽ നമ്മൾ തക്കതായ കാരണം കൊടുക്കേണ്ടി വരും, സിസ്റ്റർ എമ്മ പറഞ്ഞു. ലോറൻസും മെർലിനും പരസ്പരം നിസ്സഹായതയോടെ നോക്കി. എന്തായാലും ഞാൻ ഹോസ്പിറ്റൽ വിട്ടിട്ടേ ഫൈനൽ ഡിസിഷൻ എടുക്കൂ, ലോറൻസ് പറഞ്ഞു. അത് മതി. സിസ്റ്റർ അമ്മയും സിസ്റ്റർ ടെസയും യാത്ര പറഞ്ഞു പോയി. എന്നിവരെയാ മോളെ നീ ലീവ് എടുത്തിരിക്കുന്നത്? ലോറൻസ് ചോദിച്ചു. ഫ്രൈഡേ വരെ. അപ്പോഴേക്ക് നമുക്കിവിടുന്ന് പോകാൻ പറ്റും. ഇനി ലീവ് നീട്ടണ്ട. അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ വാതിലിൽ ആരോ മുട്ടി. മെർലിൻ ചെന്ന് കതക് തുറന്നു. അശോകാണ്. ഒപ്പം ഡോക്ടർ ജെയിംസും 2 നഴ്സുമാരും. ഡോക്ടർ, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പേഷ്യന്റാണ്, ലോറൻസ്. ഇത് അദ്ദേഹത്തിന്റെ മകളാണ്, മെർലിൻ. ഇത് എനിക്ക് പകരം വന്ന ഡോക്ടർ ജെയിംസ്. കഴിഞ്ഞ 2 വർഷം അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നു. ഡോക്ടർ ക്ലെമന്റിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്, ഡോക്ടർ അശോക് പറഞ്ഞു. ജെയിംസ് പുഞ്ചിരിച്ചു. ലോറൻസിന്റെ കേസ് ഹിസ്റ്ററി അശോക് അയാൾക്ക് കൊടുത്തു. ഡോക്ടർ ജെയിംസ് അത് വായിച്ചിട്ട് മതിപ്പോടെ തലകുലുക്കി. മിസ്റ്റർ ലോറൻസ്, റിയലി ഇറ്റ് ഈസ് എ വണ്ടർ. ഇതൊരു റീബർത്ത് ആണ്. അതിന് നന്ദി പറയേണ്ടത് 2 പേരോടാണ് ഡോക്ടർ, ദൈവത്തിനോടും ഡോക്ടർ അശോകിനോടും. അഭിനന്ദനപൂർവ്വം അശോകിനെ നോക്കി ഡോക്ടർ ജെയിംസ് പുഞ്ചിരിച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് മിസ്റ്റർ ലോറൻസിനെ വീട്ടിലേക്ക് അയക്കാം, അല്ലേ അശോക്? അയാൾ ചോദിച്ചു. ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. മെർലിന്റെ മുഖത്തേക്ക് അശോക് ഒന്ന് നോക്കി. മ്ലാനവദനയായിരുന്നു അവൾ. അതിന്റെ കാരണവും അയാൾക്ക് മനസ്സിലായി. ചാൾസ്. യാത്ര പറഞ്ഞ് അശോകവും സംഘവും പോയി. പെരുവിങ്ങളിലേക്ക് പോകാൻ എനിക്ക് കൊതിയായി മെർലിൻ, ലോറൻസ് പറഞ്ഞു. ചിലപ്പോ നാളെ കഴിഞ്ഞ് പോകാൻ പറ്റും പപ്പാ, ലോറൻസ് പറഞ്ഞു. എന്നിട്ടും നിനക്കെന്താ സന്തോഷമില്ലാത്തെ? എനിക്ക് ചാൾസിൽ നിന്നും രക്ഷപ്പെടാതെ. ഓ, മനസ്സിലായതുപോലെ അദ്ദേഹം ചലചലിപ്പിച്ചു. അല്പനേരം 2 പേരും ഒന്നും മിണ്ടിയില്ല. മോൾ അയാളെ ഒന്ന് വിളിക്ക്, ഇങ്ങോട്ടൊന്ന് വരാൻ പറ. നമുക്ക് അയാളോടൊപ്പം സംസാരിക്കാം. മാരേജിൽ താല്പര്യമില്ലെന്ന് പറയാം. പപ്പയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നത് ബുദ്ധിയല്ലെന്ന് മെർലിന് തോന്നി. അനുകൂലമല്ലാത്ത മറുപടിയാണ് അയാൾ പറയുന്നതെങ്കിൽ പപ്പയ്ക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ വിളിക്കാം, പക്ഷേ ഇവിടെ വെച്ച് സംസാരിക്കേണ്ട, പുറത്തെവിടെയെങ്കിലും വെച്ച്. ഞാൻ മാത്രം മതി. പക്ഷേ മോളെ, നീ ഒറ്റയ്ക്ക്. എനിക്ക് പേടിയൊന്നുമില്ല പപ്പ. മെർലിൻ പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വാതിൽ ചേർത്തടച്ചിട്ട് അവൾ മൊബൈലിലുമായി ഇടനാഴിയുടെ അറ്റത്തേക്ക് നടന്നു. 2-1 ഇന്നറിയണം. ഇനി നീട്ടി വയ്ക്കാൻ പറ്റില്ല. അവൾ ചാൾസിന്റെ നമ്പർ എടുത്ത് വിളിച്ചു. ബെല്ലടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ചാൾസ് കോൾ എടുത്തു. മെർലിൻ, ഇറ്റ് ഈസ് സർപ്രൈസ്. നിന്നെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്യത്തിൽ ഞാൻ. മനപ്പുറത്തും എന്ന് പറയുന്നത് ഇതാണ്. ആഹ്ലാദം നിറഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിലുണ്ട്, ഇങ്ങോട്ടൊന്ന് വരാമോ? എനിക്ക് സംസാരിക്കാനുണ്ട്. വരാമല്ലോ, സന്തോഷമേയുള്ളൂ. നമ്മുടെ മാരേജിന് മുമ്പ് മെർലിനെ കാണാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. ഇപ്പോൾ തന്നെ വരട്ടെ? വന്നോളൂ, ഞാൻ വരാം.
വിത്തിൻ 30 മിനിറ്റ്സ് ഞാൻ ഗാർഡനിലുണ്ടായിരിക്കും. ഓക്കെ. ഹോസ്പിറ്റലിന്റെ മുന്നിലുള്ള പൂന്തോട്ടത്തിൽ ചെന്ന് മെർലിൻ ഇരുന്നു. പ്രകാശമുള്ള വെയിൽ, പക്ഷെ വെയിലില്ല. ഉച്ചയാറാകാറായിട്ടും നേർത്ത തണുപ്പ്. ചാൾസ് റോയുടെ ചുവന്ന കാർ ഗേറ്റ് കടന്ന് കയറി വരുന്നത് അവൾ കണ്ടു. കാറിൽ നിന്നിറങ്ങി ചാൾസ് പൂന്തോട്ടത്തിലേക്ക് വന്നു. ഹായ് മെർലിൻ, കാത്തിരുന്ന് മുഷിഞ്ഞോ? അടുത്തേക്ക് വന്ന് പുഞ്ചിരിയോടെ അയാൾ ചോദിച്ചു. ഇല്ല. മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരിക്കലും നമ്മളെ ബോറടിപ്പിക്കുകയില്ല. മെർലിൻ കാണുമെന്ന് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട പല എൻഗേജ്മെന്റ്സും മാറ്റിവെച്ചിട്ടാണ് ഞാൻ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. മെർലിൻ തുടങ്ങി വെച്ചു. എന്താണെങ്കിലും പറയൂ. ഈ മാരേജിൽ നിന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ പിന്മാറുകയാണ്, ഉറച്ച ശബ്ദത്തിൽ അവൾ പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാനാവാതെ ചാൾസ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഒരു നിമിഷമിരുന്നു. വൈ? ഐ ഫീൽ വി ആർ നോട്ട് ബി പെർഫെക്റ്റ് മാൻ ആൻഡ് വുമൺ ടു ഗെറ്റ് മാരീഡ്. എനിക്ക് ഒട്ടും യോജിച്ച പുരുഷനല്ല താങ്കൾ, അവൾ പറഞ്ഞു. ഇക്കാര്യം നേരത്തെ മെർലിൻ എന്ത് പറഞ്ഞില്ല? എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ട് ഒടുവിൽ പിന്മാറുന്നത് ന്യായമല്ല. ആൻഡ് ഐ ഫീൽ യു ആർ മൈ റൈറ്റ് വുമൺ. ഇല്ല ചാൾസ്, എനിക്ക് നിങ്ങളെ മാരി ചെയ്യാൻ പറ്റില്ല. ഞാൻ അതിന് തയ്യാറല്ല. ഇനി ഇക്കാര്യം എന്നോട് സംസാരിക്കരുത്. അവൾ അവിടെ നിന്ന് പോകാനായി തിരിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അയാൾ അവളുടെ മുമ്പിലേക്ക് കയറി ചെന്ന് വഴി തടഞ്ഞു. ലുക്ക് മെർലിൻ, ഇപ്പോഴുള്ള ഈ മനമാറ്റത്തിന്റെ റീസൺ എനിക്കറിയാം. ഡോക്ടർ അശോക് സംഗീത് മാത്യു, നിങ്ങൾ വീണ്ടും ഫ്രണ്ട്സ് ആയല്ലേ? പക്ഷേ ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയുന്നു, ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതൊക്കെ വെറും വ്യാമോഹമാണ് മിസ്റ്റർ ചാൾസ്. എന്റെ മേൽ നിങ്ങൾക്ക് ഒരവകാശവുമില്ല. ചാൾസ് ഒന്ന് ചിരിച്ചു. വാഗ്ദാന ലംഘനത്തിന് കേസ് കൊടുക്കാൻ ഒരു വകുപ്പുണ്ട്. ഞാനത് ചെയ്യും. നിന്നെ ഞാൻ കോടതി കയറ്റും. ലോകം മുഴുവൻ ഈ വാർത്ത അറിയും. അതിനുശേഷം നീ അശോകിനെ കെട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഒന്നാകാതിരിക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യും. ചാൾസ് ലീറോയ് ഒന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കുന്നവനാണെന്ന് നീ അറിയും. അവളുടെ മുഖത്തേക്ക് ക്രൂരമായി ഒന്ന് നോക്കിയിട്ട് അയാൾ തിടുക്കത്തിൽ നടന്നുപോയി. മെർലിൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പ്രതിമയെപ്പോലെ നിന്നു. റിസീവർ എടുത്ത് അശോകിന്റെ നമ്പർ സ്വീറ്റ് ഡയൽ ചെയ്തു. ബെല്ലടിക്കുന്നത് കേട്ട് അവൾ ഇരുന്നു. ഹലോ. ഒടുവിൽ അശോകിന്റെ സ്വരം വന്നു. നീ ബിസിയാണോ? അതെ. ഒരു കാര്യം, ഡോക്ടർ ജെയിംസ് വന്നോ? വന്നു. നീ ഇന്നുകൂടി മാത്രമേ അവിടെ കാണുകയുള്ളോ? അവൾ ചോദിച്ചു. അല്ല, ഈ മാസം മുഴുവൻ. 6 ദിവസം കൂടി, അയാൾ പറഞ്ഞു. താങ്ക്സ്. വെച്ചോ അശോക്. സ്വീറ്റിക്ക് സന്തോഷമായി. ഉടൻ തന്നെ അവൾ ചാൾസ് റോയി വിളിച്ചു. ഗുഡ് ആഫ്റ്റർനൂൺ സ്വീറ്റി, ചാൾസ് മധുര സുരത്തി പറഞ്ഞു. എന്നെ മറന്നോ? അവൾ ചോദിച്ചു. കൊള്ളാം. മറക്കാൻ പറ്റുമോ? നമ്മൾ എന്നാണ് കാണുന്നത്? നാളെ ഫ്രീ ആണോ? നാളെ ഞാൻ എന്റെ സ്വീറ്റിക്ക് വേണ്ടി ഫ്രീ ആകുന്നു. പോരെ? അയാൾ പറഞ്ഞു. മതി. രാവിലെ 10 മണി കഴിഞ്ഞ് വരൂ. റെഡിയായിട്ടിരിക്കാം. ഓക്കെ. ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. ഡ്രൈവർ കാണില്ല. എന്നിട്ട് നമ്മൾ എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു. എപ്പോ തിരിച്ചെത്തണം സ്വീറ്റിക്ക്? 4 മണി, അവൾ പറഞ്ഞു. നോ പ്രോബ്ലം. ഞാൻ അതിനു മുമ്പ് അവിടെ കൊണ്ടുചെന്ന് വിടാം. ഓക്കെ. അപ്പോൾ നമ്മൾ നാളെ കാണുന്നു. ബൈ ചാൾസ്. ബൈ സ്വീറ്റി. റിസീവർ വെച്ചിട്ട് അവൾ പുഞ്ചിരിച്ചു. പിറ്റേന്ന് 8 മണിയായപ്പോൾ അശോക് ഹോസ്പിറ്റലിലേക്ക് പോയി. ചൂടുവെള്ളത്തിൽ മേൽ കഴുകി സ്വീറ്റി സാവധാനം വേഷം ധരിച്ചു. ജീൻസും വെള്ള ടോപ്പും മുടി കെട്ടിവെക്കാതെ ലൂസായിട്ടിട്ടു. അത് ചുമലുകളെ ചുംബിച്ചു കിടന്നു. 10 അവർ മെർലിനെ വിളിച്ചു. ഇന്ന് ചാൾസുമായി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. മാരേജിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നാ തോന്നുന്നത്, അവൾ പറഞ്ഞു. എനിക്ക് പ്രതീക്ഷയില്ല സ്വീറ്റി. ചാൾസിന്റെ ചുവന്ന കാർ ഗേറ്റിന് വെളിയിൽ വന്നു നിൽക്കുന്നത് അപ്പോൾ സ്വീറ്റി കണ്ടു. ഡോൺ വെറി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. റിസീവർ വെച്ചിട്ട് അവൾ വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ചാൾസ് കാറിൽ തന്നെ ഇരുന്നതേയുള്ളൂ. സ്വീറ്റി ചെന്നപ്പോൾ അയാൾ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. അവൾ കാറിലേക്ക് കയറി അയാളുടെ അടുത്തിരുന്നു. യു ലുക്ക് സോ ലവ്ലി, ചാൾസ് ആരാധനയോടെ പറഞ്ഞു. താങ്ക് യു ഹാൻസം, അവൾ പറഞ്ഞു. കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി.